തൈറോയിഡിലെ ഭക്ഷണക്രമം ഇത് ഒരു പ്രധാനമായ സംശയമാണ് പല ആളുകൾക്കും. തൈറോയിഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്യാബേജ് കഴിക്കാൻ പറ്റുമോ, കോളിഫ്ലവർ കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം, അതുപോലെ മറ്റു സാധനങ്ങൾ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തൈറോയിഡ് രോഗത്തിൽ പ്രത്യേക പഥ്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ തൈറോക്സിൻ എന്ന ഗുളിക കഴിക്കുന്ന ആളുകൾ രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിക്കണം. അത് മാത്രം പോരാ, ഗുളിക കഴിച്ച് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കാരണം ഈ ഗുളിക ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ സമയമെടുക്കും. മറ്റു ഗുളികകളോ മറ്റു ഭക്ഷണങ്ങളോ ഇതിൻ്റെ അബ്സോർപ്ഷൻ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തും. പക്ഷെ ഭക്ഷണത്തിൽ സാധാരണ നമുക്ക് ഒരു പഥ്യം ആവശ്യമില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഏതും കഴിക്കാം. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ വളരെ ഹൈ ക്വാണ്ടിറ്റി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ തൈറോയ്ഡ് പ്രവർത്തനത്തിൽ ബാധിക്കാമെന്നുള്ളത്. സാധാരണ ഒരാൾ അത്ര അധികം കഴിക്കില്ലല്ലോ. നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ കഴിക്കുന്ന ഉപ്പേരി, കാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവറോ അതൊന്നും തൈറോയിഡിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക പഥ്യത്തിന്റെ ആവശ്യമില്ല. ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണിത്. തൈറോയിഡ് ഉണ്ടായാൽ ഈ സാധനങ്ങൾ കഴിക്കാൻ പറ്റും. എല്ലാം കഴിക്കാം, പക്ഷെ 1 മണിക്കൂറെങ്കിലും കഴിയണം. അതുപോലെ സോയ കഴിക്കണമെങ്കിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയണം. ഇതിന്റെ കൂടെ കഴിക്കാൻ പാടില്ല. ഒരു ഭക്ഷണം കൂടെ കഴിക്കാൻ പാടില്ല. അതല്ലാതെ പ്രത്യേക പഥ്യത്തിന്റെ ആവശ്യം ഇല്ല. തൈറോയിഡിലെ ഭക്ഷണക്രമം ഇത് ഒരു പ്രധാനമായ സംശയമാണ് പല ആളുകൾക്കും. തൈറോയിഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്യാബേജ് കഴിക്കാൻ പറ്റുമോ, കോളിഫ്ലവർ കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം, അതുപോലെ മറ്റു സാധനങ്ങൾ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തൈറോയിഡ് രോഗത്തിൽ പ്രത്യേക പഥ്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ തൈറോക്സിൻ എന്ന ഗുളിക കഴിക്കുന്ന ആളുകൾ രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിക്കണം. അത് മാത്രം പോരാ, ഗുളിക കഴിച്ച് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കാരണം ഈ ഗുളിക ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ സമയമെടുക്കും. മറ്റു ഗുളികകളോ മറ്റു ഭക്ഷണങ്ങളോ ഇതിൻ്റെ അബ്സോർപ്ഷൻ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തും. പക്ഷെ ഭക്ഷണത്തിൽ